ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. പാദം കഴിഞ്ഞ് കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അവന്തികയും സച്ചിയും ആരതിയുമൊക്കെ. ഈ ഒരു പ്രാവശ്യം അവന്തിക തോറ്റിരിക്കുകയാണ്. എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത പലരും വരും എന്ന് അവന്തിക അവരോട് തിരിച്ചു മറുപടിയായി പറയുന്നുണ്ട്. എൻ്റെ അനിയനെ മുൻനിർത്തി ഞങ്ങളെ തോൽപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഒന്ന് ഓർത്തോളൂ, അവൻ സേതുമാധവൻ്റെ മകനാണ്. ഞാനും അവനും ഒരേ ചോരയാണ്. പരസ്പരം തല്ലിക്കൂടും, വഴക്കുണ്ടാക്കും, പിരിഞ്ഞ് താമസിക്കേണ്ടിയും വരും. പക്ഷേ ഒരിക്കലും രക്തത്തെ ചതിക്കില്ല. അന്യായമായി നിങ്ങൾ കൈവശം വെച്ചിട്ടുള്ള സച്ചിയുടെയും കുടുംബത്തിൻ്റെയും അവകാശപ്പെട്ട എല്ലാ സ്വത്തുക്കളും ഞാൻ ഇവർക്ക് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കുമെന്ന് ആരതി പറയുന്നുണ്ട്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിടുമ്പോൾ എൻ്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്ന് പെടഞ്ഞു വീണോ? നിങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നോ അത് എന്നെ സച്ചി അവന്തികയോട് ചോദിക്കുന്നുണ്ട്. ആ ഒരു നിമിഷത്തെ പറ്റി ഓർക്കുകയാണിപ്പോൾ അവന്തിക. അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരു വണ്ടി തന്ന് സഹായിക്കാൻ അർച്ചന നിങ്ങളുടെ കാല് പിടിച്ച് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ നിങ്ങളത്? എൻ്റെ അച്ഛൻ പോയി, നിങ്ങളൊരാളാണ് എൻ്റെ അച്ഛനെ കൊന്നത്. അന്ന് അർച്ചന നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്നെ സച്ചി പറയുന്നു. അതും അവന്തിക ഓർക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ഓർമ്മ വെച്ചോ, ഈ കേസിൻ്റെ അന്തിമ വിജയം വരുമ്പോൾ പിടിച്ചു വാങ്ങിച്ചതെല്ലാം തിരിച്ചു വാങ്ങി നിങ്ങളെ പടിയിറക്കി വിടുന്ന ഒരു ദിവസം വരും. അർച്ചന പറഞ്ഞതുപോലെ അന്ന് അർച്ചന എൻ്റെ ഒപ്പം ഉണ്ടാകും. അർച്ചനയെക്കുറിച്ചുള്ള എൻ്റെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. ഏകദേശം ഞാൻ എൻ്റെ അർച്ചനയുടെ അടുത്തെത്തിക്കഴിഞ്ഞു എന്ന് സച്ചി. ഇവൻ അർച്ചനയുടെ അടുത്തെത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഗോകുലിൻ്റെ വീട്ടിൽ അർച്ചനയുണ്ടെന്ന് ഇവൻ അറിഞ്ഞോ എന്ന് അവന്തിക ഓർക്കുന്നു. നെല്ലിശ്ശേരിയുടെ സർവ്വ സ്വത്തിൻ്റെയും അവകാശം ഞങ്ങൾ കൊടുക്കുന്നത് അർച്ചനയുടെ കയ്യിലേക്കായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചോ. അധികം താമസിയാതെ അർച്ചന എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് സച്ചി പറയുമ്പോൾ അവന്തിക പറയുന്നു, അത് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട, നിന്റെ സ്വപ്നമാണ്. അവളിപ്പോൾ വേറെ വല്ലവൻ്റെയും ഭാര്യയായിട്ട് എവിടെയെങ്കിലും ജീവനോടെ കാണും, ഇല്ലെങ്കിൽ ചത്ത് മണ്ണടിഞ്ഞ് കാണും. അവളുടെ പൊടി പോലും നിങ്ങൾക്ക് കിട്ടില്ല. സച്ചി പറയുന്നു, അതാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹമെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിട്ട് കുറേ കാലം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടുറങ്ങി താമസിച്ചതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഒരു ജോത്സ്യൻ്റെയും അടുത്ത് പോയി കബഡി നിർത്തേണ്ട ആവശ്യമില്ല. സേതുമാധവൻ്റെ മകനാണ് ഞാനെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നടത്തിയിരിക്കും. അവന്തിക പറയുന്നു, നിന്റെ അച്ഛൻ സേതുമാധവൻ എൻ്റെ അച്ഛനെ ചതിച്ചതാണ്. അവസരം കിട്ടിയപ്പോൾ ഞാനത് തിരിച്ചു വാങ്ങി, അല്ലാതെ ഞാൻ ആരെയും തിരിച്ചതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് തോക്കുമെന്നുള്ള ഒരു പേടിയും എനിക്കില്ലെന്നും അവന്തിക പറയുന്നുണ്ട് സച്ചിയോട്. പിന്നെ കൂടെയുള്ള ഈ വക്കീലിനെ കണ്ട് നീ അഹങ്കരിക്കേണ്ട. ഇതിനേക്കാൾ വലിയ വക്കീലിനെ ഞാൻ കൊണ്ടുവരും. ഈ കേസ് ഞാൻ ജയിക്കും. എന്നേക്കാൾ ഏത് വക്കീലിന് വേണമെങ്കിലും കൊണ്ടുവരാം. പക്ഷേ കേസിൽ അവർ തോറ്റുപോകും. കാരണം ന്യായം സച്ചിയുടെ ഭാഗത്താണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ നിങ്ങൾ അകത്ത് നിന്നില്ലേ, ഇനി വിയർക്കും. ഒടുവിൽ നിങ്ങൾ തോൽക്കും. നിങ്ങൾ കൊണ്ടുവരുന്ന ഏത് കൊടികെട്ടിയ വക്കീലിനെയും ഞാൻ തോൽപ്പിച്ചിരിക്കും. കാരണം ഇത് ന്യായത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നീതി തേടുന്നത് നിസ്സഹായരായ കുറച്ച് മനുഷ്യരാണ്. സച്ചിക്കും കുടുംബത്തിനും അവകാശപ്പെട്ടത് അവർക്ക് ഞാൻ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കും എന്ന് ആരതി പറയുമ്പോൾ അവന്തിക പറയുന്നു, നീ ഈ കിടന്ന് തിളയ്ക്കുന്നത് അവനോട് താല്പര്യം കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. അർച്ചന തിരിച്ചു വന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് നിനക്ക് കയറി ഇരിക്കാമല്ലോ. രാവും പകലും ഇവൻ്റെ കൂടെ കറങ്ങി നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണല്ലോ. ആണെങ്കിൽ നിങ്ങൾക്കെന്താ, പ്രായപൂർത്തിയായ രണ്ട് മനുഷ്യരാണ് ഞങ്ങൾ. പക്ഷേ നിങ്ങളെപ്പോലെ ദുഷിച്ച ചിന്ത ഞങ്ങളുടെ മനസ്സിലില്ല. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. സച്ചി ഇപ്പോൾ പറഞ്ഞില്ലേ അർച്ചനയെ കണ്ടുപിടിക്കുമെന്ന്. അർച്ചനയെ കണ്ടുപിടിച്ച് സച്ചിയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന് ആരതി അവന്തികയോട് പറയുന്നുണ്ട്. എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ നടത്തുന്ന ബലിതർപ്പണമാണ് ഈ കേസ്. തിരിച്ച് നെല്ലിശ്ശേരിയിലേക്ക് കയറാൻ എൻ്റെ അച്ഛനില്ല, പക്ഷേ അർച്ചനയുണ്ട് എന്ന് സച്ചി പറയുമ്പോൾ അവന്തിക പറയുന്നു, ഇതിലും വലിയ വെല്ലുവിളികൾ എൻ്റെ മുന്നിൽ ഏറ്റിട്ടില്ല. പിന്നെയാണോ നിന്റെ മുന്നിൽ തോൽക്കുന്നത്? നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ പറഞ്ഞത് നീ ചെയ്ത് കാണിക്കേ. ഒരു കാര്യം നിന്നോട് ഞാൻ ഉറപ്പിച്ച് പറയാം, നീ എത്ര തപസ്സിരുന്നാലും അർച്ചന ഇനി നിന്റെ ജീവിതത്തിൽ തിരിച്ചു വരാൻ പോകുന്നില്ല. ഒരിക്കലും നിനക്ക് അവളെ തിരിച്ചു കിട്ടില്ല എന്നും പറയുന്നു. കൊണ്ടുവരും, എൻ്റെ അർച്ചനെ ഞാൻ കൊണ്ടുവരും. നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും, കാത്തിരുന്നോ. നീ അവളെ കണ്ടെത്തുന്നതിന് മുമ്പ് അവളും ഗോകുലും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തിയിരിക്കും എന്ന് അവന്തിക മനസ്സിൽ ചിന്തിക്കുന്നു. ഈ സമയം അവന്തികയുടെ കാർ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് അവന്തിക. എന്നാൽ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സച്ചിയും ആരതിയും. മറ്റാരുമല്ല, അത് സന്ദീപാണ്. ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഇങ്ങനെ സ്റ്റൈലിൽ ഇറങ്ങി വരികയാണ് സന്ദീപ് കാറിൻ്റെ ഡോർ അവന്തികയ്ക്കായി തുറന്നു കൊടുക്കുന്നു. ശേഷം സന്ദീപ് അവന്തികയുമായി അവിടെ നിന്ന് പോകുന്നു. വളരെ സങ്കടത്തോടെ ഈ കാഴ്ച കണ്ട് നിൽക്കുകയാണ് സച്ചിക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു.
ശേഷം കാണിക്കുന്നത് സന്ദീപിനെ അവന്തികയുടെ കൂടെ കണ്ട കാര്യം, അവിടെ അവന്തികയുടെ കൂടെ ജോലി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, പിന്നെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സച്ചി വന്ന് വീട്ടിൽ പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടിരിക്കുകയാണ് ആതിരയും കമലയും പിന്നെ ബാക്കിയുള്ള സ്നേഹയും മനയ്ക്കും ഒക്കെ. അവൻ ചതിച്ചത് നമ്മളെ ആരെയുമല്ല, നെല്ലിശ്ശേരി സേതുമാധവൻ എന്ന നമ്മുടെ അച്ഛനെ തന്നെയാണ്. അവളുടെ കാറിൽ നിന്ന് പിടിച്ചിറക്കി 4 ഏട്ടന് കൊടുത്തുവിടായിരുന്നു എന്ന് സ്നേഹ സച്ചിയോട് ചോദിക്കുന്നു. സന്ദീപിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റത്തിന് പിന്നിൽ അവരായിരിക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് അനക്ക പറയുന്നു. ഒരിക്കലും ഈ ചതി നമ്മളോടവൻ കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്ന് കമല പറയുന്നു. എന്നേക്കാൾ കൂടുതൽ അവൻ്റെ മനസ്സിലായിരുന്നു അവരോട് ശത്രുത കൊണ്ട് നടന്നത്. ഇപ്പോൾ അവരുടെ മുഖത്ത് നോക്കി എങ്ങനെയാ ചിരിക്കാനും സന്തോഷിക്കാനും പറ്റുന്നത്? അവള് കാറിലിരിക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അവൻ എങ്ങനെയാ വണ്ടി ഓടിക്കാൻ സാധിക്കുന്നത്? അവരുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണം അവന് എങ്ങനെയാണ് തൊണ്ടയുടെ താഴോട്ട് ഇറങ്ങുന്നത്? അച്ഛൻ്റെ ആത്മാവ് അവനോട് ജന്മം ക്ഷമിക്കില്ലെന്നും സച്ചി പറയുന്നു. നമ്മുടെ അച്ഛൻ ഇങ്ങനെ ഒരു മകൻ ഇല്ലാണ്ടിരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് സ്നേഹ പറയുന്നു. ഈ കുഞ്ഞിന് ഇത്രയ്ക്കും ബുദ്ധിയും ബോധവും ഇല്ലാണ്ടായി പോയോ എൻ്റെ ഈശ്വര എന്ന് കമല. ബുദ്ധിയും ബോധവും ഇല്ലാണ്ടായി പോയതല്ല, അത് കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ്. ഇനി മുതൽ അവനെ അനിയനായിട്ട് കാണാൻ എനിക്ക് സാധിക്കില്ലെന്ന്. നമ്മുടെ ശത്രുവിൻ്റെ കൂടെ കൂടുന്നത് സ്വന്തം സഹോദരനായാലും അച്ഛനായാലും അത് നമ്മുടെ ശത്രു തന്നെയാണെന്നും ഇനി അവനെ അങ്ങനെ കാണാനേ എനിക്ക് സാധിക്കുമെന്നും സച്ചി പറയുന്നു. എന്തൊരു നാണക്കേടായത്, എൻ്റെ മോളുടെ അച്ഛനാണെന്ന് പറയാൻ പോലും എനിക്ക് അറപ്പ് തോന്നുകയാണെന്ന് ആതിര. എന്തെങ്കിലും ഒരു ചതി പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവൾ സന്ദീപേട്ടനെ കൂടെ കൂട്ടിയത് എന്ന് സ്നേഹ പറയുമ്പോൾ കമല പറയുന്നു, അവസാനം എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമെന്നാ എൻ്റെ പേടി. സച്ചി പറയുന്നു, പേടിച്ചിട്ട് കാര്യമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്തവനൊന്നും അല്ലല്ലോ അവൻ. അതുകൊണ്ട് തന്നെ അവളുടെ ചതിക്കുഴിയിൽ പോയി ചാടിയെങ്കിൽ അവൻ അനുഭവിക്കട്ടെ, അല്ലാതെ എനിക്കൊന്നും പറയാനില്ലെന്ന് സച്ചി പറയുന്നുണ്ട്. അവന്തികയും മൂർത്തിയും സംസാരിക്കുകയാണ്. നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പിച്ച ഒരു കേസാണിത്. ഇനി ആ കോന്തം വക്കീലിനെ മാറ്റി വേറെ ആരെങ്കിലും ഇവിടെ കൊണ്ടുവരണം. എൻ്റെ പ്രതീക്ഷ മുഴുവനും തകർത്തു. അവളെങ്ങാനും നമ്മുടെ വക്കീലായിരുന്നെങ്കിൽ ഈ കേസ് നമ്മൾ ജയിച്ചേനെ എന്ന് അവന്തിക പറയുന്നുണ്ട്. കോടതിയെ കൊണ്ട് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചതും അവളുടെ കൂർമ്മ ബുദ്ധിയാണെന്ന് പറയുന്നു. അത് റിപ്പോർട്ട് നമുക്കെതിരായാൽ നെല്ലിശ്ശേരി സേതുമാധവൻ്റെ കയ്യിൽ നിന്നും പിടിച്ചതെടുത്തതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്ന് അവന്തിക. സച്ചിയും ആ വക്കീലും തമ്മിൽ നല്ല അടുപ്പമാണ്. ആ കുടുംബത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ആരതി ഏതറ്റം വരെയും പോകും. അവളെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കില്ലെന്ന് മൂർത്തി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ പ്രശ്നം അർച്ചനയാണ്. അവളൊരിക്കലും തിരിച്ചു വരില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. ഇപ്പോൾ ഒരു മഹാപർവ്വതം പോലെ എൻ്റെ കൺമുന്നിൽ നിൽക്കുകയാണ്. ആകെപ്പാടെ ഒരു ആശ്വാസം, പഴയതൊന്നും അവൾക്ക് ഓർമ്മയില്ല. പക്ഷേ ഏത് സമയത്ത് വേണമെങ്കിലും ഓർമ്മ തിരിച്ചു വരാം. ഓർമ്മ തിരിച്ചു കിട്ടിയാൽ അവൾ ഗോകുലിനെ മറക്കും, സച്ചിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അവർ വീണ്ടും ഒന്നിക്കാം. അവരൊരു സൈന്യമായിട്ട് മാറും. അവരെ തോൽപ്പിക്കാൻ പിന്നെ പറ്റില്ല എന്നും അവന്തിക. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് മൂർത്തി. രണ്ടുപേരുടെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാകണം, രണ്ടുപേരെയും തമ്മിൽ അടുപ്പിക്കണം എന്ന് പറയുന്നു. കേസിനെതിരെ സാക്ഷി പറയാൻ സന്ദീപിനെ ഉപയോഗിച്ചൂടെ എന്ന് മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നു, പിന്നെ ഞാൻ എന്തിനാ അവനെ പിടിച്ചുകൊണ്ട് വന്നത്? അവനോടുള്ള സ്നേഹം കൊണ്ടാണോ? വലിയ പെരുന്നാളിന് അവനെ ഞാൻ വെട്ടാൻ നിർത്തിയിരിക്കുകയാണെന്നൊക്കെ അവന്തിക പറയുന്നു. ഈ സമയം അഡ്വക്കേറ്റ് വിളിക്കുകയാണ് അവന്തികയെ. കോടതി പുതിയ അഡ്വക്കേറ്റ് കമ്മീഷനെ നിയമിച്ചു. അഡ്വക്കേറ്റ് ഗോകുലാണത്. അങ്ങനെ അഡ്വക്കേറ്റ് കമ്മീഷനായി പോകുന്നത് ഗോകുലാണ്. ഈ കാര്യം ഗോകുൽ അർച്ചനയോട് പറയുന്നു. ഗോകുൽ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇത് കേട്ട് അർച്ചനയും സന്തോഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അവർക്ക് നീതി കിട്ടണമെന്ന് അർച്ചന പറയുന്നു. ഞാനും ആഗ്രഹിക്കുന്നത് അതാണ്, പക്ഷേ അത് അത്ര എളുപ്പമല്ല. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേസാണ്. ഏതെങ്കിലും ഒരു കക്ഷിയോട് ചാഞ്ഞു നിൽക്കാൻ എനിക്ക് സാധിക്കില്ലെന്ന് ഗോകുൽ. അർച്ചന പറയുന്നു, ഗോകുൽ അങ്ങനെ നിൽക്കണ്ട, പക്ഷേ എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ന്യായം സച്ചിയുടെയും കുടുംബത്തിൻ്റെയും ഭാഗത്താവാനാണ് സാധ്യത. അവർക്കാണല്ലോ എല്ലാം നഷ്ടപ്പെട്ടത് അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് തീർത്ത് പറയാനാകുമോ എന്ന് ഗോകുൽ. അതും ശരിയാണ്. എന്തായാലും നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തട്ടെ എന്നൊക്കെ എങ്ങനെ അർച്ചന. പുറമേ നിന്ന് എന്തൊക്കെ വന്നാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല. ന്യായം സച്ചിയുടെയും കുടുംബത്തിൻ്റെയും ഭാഗത്താണെങ്കിൽ ഏതറ്റം വരെയും പോരാടി അവർക്ക് അവകാശപ്പെട്ടത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഗോകുൽ. ശേഷം അവന്തികയെ കാണിക്കുന്നുണ്ട്. ഗൂഗിൾ സാറിനെ വെച്ചിട്ട് നന്നായി. അർച്ചന വഴി ഗൂഗിൾ സാറിനെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും എന്ന് മൂർത്തി പറയുന്നു. അത് നടക്കുമെന്ന് തോന്നുന്നില്ലെന്ന് അവന്തിക. അർച്ചന ഇപ്പോൾ സ്വന്തം ആളല്ലേ എന്ന് മൂർത്തി. ഗൂഗിളിന്റെ സ്വഭാവം അറിയില്ല. ജോലിയുടെ കാര്യത്തിൽ ആരുടെയും മുന്നിൽ തല കുനിക്കില്ല. സ്വന്തം ഭാര്യയുടെ അഭിപ്രായം പോലും അംഗീകരിക്കില്ലെന്നും അവന്തിക പറയുന്നു. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ എന്നും അവന്തിക പറയുന്നുണ്ട്. ജോലിയുടെ കാര്യത്തിൽ അത്ര ആത്മാർത്ഥതയുള്ളൊരു മനുഷ്യനാണ് എന്നൊക്കെ അവന്തിക പറയുന്നു. എങ്ങനെയെങ്കിലും ഗോകുലിനെ തളയ്ക്കണം, നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം.
അഡ്വക്കേറ്റ് കമ്മീഷൻ അനുകൂലമായില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകുമെന്ന് അവന്തിക. എല്ലാം കൈവിട്ടു പോയാൽ പിന്നെ സേതുമാധവന്റെ മക്കളും മരുമക്കളും വന്ന് എന്നെ ഇവിടുന്ന് പിടിച്ചിറക്കി വിടും. കൈ കാശില്ലാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. ചിപ്പിമോളുടെ പേർക്ക് എഴുതി വെച്ച ആ സ്വത്ത് പോലും നമുക്ക് പ്രതികൂലമാകില്ല. ചതിച്ചത് സേതുമാധവനാണ്. ദത്തെടുത്ത കൊച്ചിൻ്റെ പേരിൽ എഴുതി വെച്ച ആ സ്വത്ത് അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയെന്നൊക്കെ പറയുന്നുണ്ട് അവന്തിക. ഇനി ഒരു വഴിയേ ഉള്ളൂ, ഗോകുലിൻ്റെ സഹായം. ഏത് വഴിയിലൂടെ ആയാലും അത് കെട്ടിയേ തീരൂ. ശേഷം ശോഭനയെ കാണിക്കുന്നുണ്ട്. ശോഭന വീടാകെ ഇങ്ങനെ തോത്ത് വൃത്തിയാക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട്. വന്നിരിക്കുന്നത് അവന്തികയാണ്. കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാജീവിന് കൊടുക്കാൻ കൊണ്ടുവന്നതാണ്. രാജീവിനെ ചെക്കപ്പിനായി പുറത്ത് കൊണ്ടുപോയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ. ഇപ്പോൾ അവിടെ ആരുമില്ല, ശോഭന മാത്രമേ ഉള്ളൂ. അടുക്കളയിലേക്ക് ഞാനും വരാം എന്നിങ്ങനെ അവന്തിക ശോഭനയോട് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ മോള് വാ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ തന്നെ ശോഭന അവന്തികയെ വിളിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.